കണ്ണൂരിലെ തെരുവ് നായ ആക്രമണം 2 ദിവസങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ. 2 ഭാഗത്തായിട്ട്. ആദ്യം ചാവക്കര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടുള്ള ലൊക്കേഷനിലും, രണ്ടാമത്തെ ദിവസം പിന്നെ റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെ ഭാഗത്തായിട്ട് പ്ലാസ ജംഗ്ഷൻ അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ 2 ദിവസമായിട്ട് പോകുന്നുണ്ട്. ഞാൻ ടൗണിൽ കയറിയില്ല, കാരണം വെച്ചാൽ എനിക്ക് വല്ലാത്ത പേടിയുണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ വന്ന് കടിക്കുന്ന ആയതുകൊണ്ട് നമ്മളിപ്പം വണ്ടി നിർത്തിയിട്ട് കുറച്ച് അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ ഇതെങ്ങനെയാണ് വന്ന് കടിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെയാണ് മൃഗസ്നേഹികളുടെ ഒരു ന്യൂസ് കണ്ടത്, അവർ ഇതിന് പ്രതികരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ എന്തെങ്കിലും ചെയ്താൽ, പിന്നെ തെരുവുനായ്ക്കൾ എന്തെങ്കിലും ചെയ്താൽ അവരെയൊക്കെ കോടതിയിൽ കയറ്റുന്നു, ആക്രമിക്കുന്നവരെയൊക്കെ കോടതിയിൽ കയറ്റുന്നു. ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇവരെന്ന് വെച്ചാൽ പൊറുതി മുട്ടി കൊണ്ട് മാത്രമാണ് അവർ വടിയുമായിട്ട് അറിഞ്ഞത്. അത് അവരുടെ എന്താ പറയണ്ടേ, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അറിയാമല്ലോ, അതിന് പേവിഷബാധയൊക്കെ ഉണ്ടെങ്കിൽ, പേവിഷബാധ ലക്ഷണങ്ങളൊക്കെ ഉള്ള നായ്ക്കളാണെങ്കിൽ ആൾക്കാരെല്ലാവരും പേടിക്കും. അല്ലാണ്ട് നിങ്ങൾക്കെതിരെ വീഡിയോ ഇടുന്നൊന്നുമില്ല. നിങ്ങളെ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. മൃഗസ്നേഹികളായിട്ട് ഞാനൊരു മൃഗസ്നേഹി തന്നെയാണ്. പക്ഷേ എന്ന് വെച്ചാൽ ആ വീഡിയോസിലൊക്കെ ഒരാളെ കടിക്കുമ്പം പിന്നെയെന്ന് വെച്ചാൽ ഫലപ്രദമായിട്ടുള്ള വാക്സിനേഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതിന് പേ ഉണ്ടെങ്കിൽ മനുഷ്യൻ പോലും രക്ഷപ്പെടില്ല. മനുഷ്യനും ഈ പേപ്പട്ടിയെ പോലെ ഉള്ള രീതിക്കാവും. എന്നിട്ട് അങ്ങനെ മരിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് പേരെ കടിച്ചാൽ അവർക്കൊന്നും ഇപ്പോൾ ഒരു ഉറക്കം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ എപ്പോഴാണ് എന്തെങ്കിലും എന്നാ സംഭവിക്കുകയെന്നൊന്നും അറിയില്ല. കാരണം അത്രയും എന്താ പറയണ്ട, ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. ഒരു നായകളൊന്നും ചെയ്തിട്ടില്ല. നായകൾ ഇങ്ങോട്ട് വന്ന് കടിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ആൾക്കാർ പ്രതികരിക്കാൻ അറിഞ്ഞത്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഈ കമൻറ്റിലൊക്കെ പ്രതികരിക്കുന്ന ആൾക്കാർ, ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്ന ആൾക്കാരുടെയൊക്കെ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് ഇവർ വെല്ലുവിളിക്കുന്ന പോലെയുള്ള ഒരു കമൻറ്റാണ് കാണുന്നത്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അതിലോട്ട് എല്ലാവർക്കും നടന്നു പോകാനുള്ള ഒരു സുരക്ഷ ഉറപ്പാക്കണം. പ്രത്യേകിച്ച് മഴയത്ത് അറിയാമല്ലോ, നാളെ മുതൽ മഴ കൂടും. അപ്പോൾ മഴ കൂടിയാൽ കുടയെടുത്തിട്ട് ആൾക്കാർ നടക്കുക. അപ്പോൾ എല്ലാവർക്കും വണ്ടി ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ കുടയെടുത്തിട്ട് ആൾക്കാർ നടക്കുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓടാൻ കഴിയില്ല. ഈ നായ, അതായത് നമ്മൾ കുടയിലായിരിക്കും ഇത് ശ്രദ്ധിച്ച് പോവുക. അന്നേരം വെച്ചാൽ കാലിനോ എവിടെയാണെന്ന് വെച്ചാൽ തുള്ളി നിന്നൊക്കെയാണ് ഇത് കടിക്കുക. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നായകളെ പായിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരിക്കും. കാരണം സ്ലാബുമ്മൽ നിന്നൊക്കെ എന്താ പറയണ്ടേ, ഓടിയിട്ടുണ്ടെങ്കിൽ, വഴുക്കിയിട്ടൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയാതിരിക്കുന്നതാണ് വേദം. കാരണം നടന്നു പോകുന്ന, കാരണം ഞാൻ വണ്ടിയില്ലാത്തവരെ നടന്നു പോകുന്ന ഒരാൾ. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ടൗണിൽ നിന്നൊക്കെ വീണിട്ടുണ്ട്, സ്ലിപ്പായിട്ടൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരുടെ എന്താ പറയുക, അവിടെ ഒരുപാട് പേര് ഓരോ ആവശ്യത്തിന് പോകുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ ഇതിനൊരു പോംവഴി കാണണം. ഇപ്പോൾ നമ്മൾ എന്താ പറയണ്ട, ആൾക്കാർ ജനങ്ങളൊക്കെ ഇങ്ങനെ ഇതിന് എന്താ പറയണ്ട ഒരു പരിഹാരം ഇപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത സ്ഥിതിക്ക്, നമ്മളിപ്പോൾ ഇങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് നിങ്ങളെന്തെങ്കിലും ഒരു പരിഹാരം കാണും, അതല്ലേ നല്ലത്. അല്ലാണ്ട് ഇതിപ്പോൾ എല്ലാവരെയും കടിച്ചിട്ട് അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എപ്പോഴും ടൗണിൽ